ശശിധരൻ എന്നാണ്. മെയിൽ ഐ ഡി ashwa1729@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡി. അതെ അതെ. അപ്പൊ സാർ, എനിക്ക് വളരെ ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കാൻ ഇവിടെ ഓൾറെഡി എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അതായത് നമ്മൾ ഇന്ത്യ ഒരു കാർബൺ ന്യൂട്രൽ ആയിട്ട് 2070-ലാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് ഇലക്ട്രിസിറ്റി സോഴ്സിൽ നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ഇടുക്കി അണക്കെട്ടും അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ഒരു 7 ഡാമുകളുമാണ്. അപ്പൊ നമുക്ക് ഈ ഇടുക്കി ഡാമിന്റെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. അത് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് KCBയുടെ പ്ലാനിങ്ങിൽ അതിന് എത്ര വർഷമാണ് നമ്മൾ ലൈഫ് ഇട്ടേക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്ക് മുന്നോട്ട് ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി പ്ലാനിങ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ വരും വർഷങ്ങളിൽ അത് പ്ലാൻ ചെയ്യാൻ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പം എന്തായാലും ഒരു അണക്കെട്ടിന്റെ ലൈഫ് 1000 വർഷമോ അല്ലെങ്കിൽ 500 വർഷമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം മേജർലി ഒരു 100 അല്ലെങ്കിൽ ഒരു 150 വർഷമൊക്കെ ആയിരിക്കണം. പക്ഷെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ കസ്റ്റഡിയിൽ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് പൊളിറ്റിക്കലി ഇൻവോൾവ് ഉള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ഇൻവോൾവ്മെന്റും ഒക്കെ തന്നെ അതിലുണ്ട്. അപ്പൊ നമ്മൾ വൈദ്യുതിയെ മുന്നോട്ടുള്ള കാലങ്ങളിൽ അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിപ്പം ആക്ച്വലി ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കേരളത്തിന്റെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഡേ ടൈമിൽ നമുക്ക് കറണ്ട് എക്സസ് ആണെന്ന് പറയുന്നു. അതിനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യം കണ്ടെത്തിയാൽ ഇവിടെ ഇൻഡസ്ട്രീസ് വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് മറ്റുള്ള വടക്കിന്ത്യൻ സംസ്ഥാനങ്ങളെ നോക്കി കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് വളരെയധികം ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് കുറവാണ്. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും നമുക്ക് ഒരു സമ്മർ പീക്കിലെ ടൈമിലൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. പവർ കട്ടും ആ ഇൻഡസ്ട്രികൾ തന്നെ സ്വന്തമായിട്ട് സോളാറും അല്ലെങ്കിൽ ജനറേറ്ററും വെച്ചാണ് അവർ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗവൺമെന്റ് തലത്തിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്ലാനിങ് ലെവലിലോട്ട് പോയിട്ട് നമുക്ക് മോർ ഇൻഡസ്ട്രീസ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിലൊരു സജഷനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും വിഴിഞ്ഞം, അതുപോലെ NH66 ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെന്റ്സ് പ്രൊജക്റ്റും അതുപോലെ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തന്നെയല്ല ഈ തിരുവനന്തപുരത്തിന്റെ ബോർഡർ തുടങ്ങി കാലിക്കടവ്, കാസർഗോഡ് വരെയുള്ള NHന്റെ മേഖലകളിൽ ഒരു വമ്പൻ സാധ്യത തുടർന്നു വരികയാണ്. ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ പ്രൊജക്ടുകളും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ വരും. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് KCB ഇലക്ട്രിസിറ്റിയുടെ ഒരു എക്സ്ട്രാ ഈ പോർട്ട്ഫോളിയോ കണ്ടെത്തിയിരിക്കുന്നത് ഏത് വഴിയാണ്? കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ ലൈനിലേക്ക് ഒരു യൂണിറ്റ് പോലും എക്സ്ട്രാ ഈ 3 kV 5 kV ആ ഒരു ഡിസ്പാരിറ്റി വെച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഉണ്ട്, ട്രാൻസ്മിഷന്റെ ഇഷ്യൂസ് ഉണ്ട്, സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ട്. പക്ഷെ KCBക്ക് എന്താണ് ഇതിനൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഈ വരുന്ന വലിയൊരു റിക്വയർമെന്റ് നമ്മുടെ മുന്നിലോട്ട് വരികയാണ് വരും വർഷങ്ങളിൽ. നമ്മൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ കേരളം സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നേറണം. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഇൻഫോ പാർക്ക് ആയാലും ടെക്നോ സിറ്റി ആയാലും തിരുവനന്തപുരം എയർപോർട്ട് ആയാലും വിഴിഞ്ഞം ആയാലും ഇങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പം ഇതിനകത്തെല്ലാം വളരെയധികം ഇലക്ട്രിസിറ്റിയുടെ ഒരു സർപ്ലസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഈ സോളാർ വേണ്ട അല്ലെങ്കിൽ നമ്മൾ 5 കിലോവാട്ടിൽ നിന്ന് താഴോട്ട് വരുന്നുള്ള ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുമ്പോഴത്തേന് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? KCBയുടെ കയ്യിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പം സോളാർ പാനൽസ് ആണല്ലോ ഇതിന്റെ മേജർ ഒരു സോളാർ സിസ്റ്റത്തിൽ വേണ്ടുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു പാർട്ട്. അപ്പൊ അത് നമുക്ക് എന്തുകൊണ്ട് KCBക്ക് മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പൊ ചൈന പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഈ ടെക്നോളജി എടുത്തിട്ട് KCBക്ക് എന്തുകൊണ്ട് ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ടോൾ മാനുഫാക്ചറിങ് പോലൊരു സംരംഭം തുടങ്ങിയിട്ട് ഈ പറയുന്ന പുതിയ സോളാർ വെക്കുന്ന വീടുകളിൽ ഇപ്പൊ നമ്മൾ 1.5 ലക്ഷം 1.25 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ ഇതുള്ളൂ അറിയുന്നു ഉള്ള കണക്ഷനിൽ. പക്ഷേ ഒരു 10% പോലും ആയാൽ നമ്മൾ വളരെയധികം ഇതിനകത്ത് മുന്നേറും. അപ്പം ആ രീതിയിൽ KCBക്ക് ഒരു എക്സ്ട്രാ ഇൻകം അതിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ മാനുഫാക്ചറിങ് സെറ്റപ്പ്. നമുക്കറിയാം പണ്ട് മീറ്റർ കമ്പനികൾ അല്ലെങ്കിൽ കേബിൾ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേരള ഗവൺമെന്റിന്റെ അണ്ടറിലും എനിക്കൊന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂട്ടിപ്പോയ അവസ്ഥകളിലാണുള്ളത്. അതൊക്കെ എന്തുകൊണ്ട് നമുക്ക് റീവാം ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിലോട്ട് സോളാർ പാനലുകളായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കി ഇതിന്റെ സപ്പോർട്ടിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് KCB ഒരു മുന്നോട്ടൊരു പ്രൊഡക്റ്റ്. ഹലോ ഈ സാർ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് UAE താമസിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഉള്ളത് ദുബായിക്കാണ്.
അപ്പം നമുക്ക് അവര് 2012 ഇവിടെ ഇത് സ്ഥാപിച്ചതും. അത് നമുക്കറിയാലോ, ന്യൂ ദുബായ് പോലുള്ള പുതിയ കൺസെപ്റ്റ് അവർ 10 വർഷം മുൻകൂട്ടി കണ്ടിട്ടാണ് അങ്ങനെയുള്ള പ്രൊജക്ടുകളിലോട്ടൊക്കെ പോയത്. അത് വളരെ സക്സസ്ഫുൾ ആയി ഇവിടെ ഓടുന്ന ഒരു എന്താ പറയുക, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് KCBയുടെ നമ്മുടെ സയന്റിസ്റ്റിനെയും അല്ലെങ്കിൽ അതുപോലുള്ള എഞ്ചിനീയേഴ്സിനെയൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് സർക്കാരിന്റെ സഹായത്തോടുകൂടി നോക്കിയിട്ട് ഇവിടെ എങ്ങനെയാണ് അത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് അത് ഇവർ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാരണം ഇവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, ബറാക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ ഡീസലിനേഷൻ പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇവർ കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ ഇത്രയും സക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ എന്തുകൊണ്ട് ഇവിടെ ഉൾക്കൊണ്ടുകൂടാ KCBക്ക്? അങ്ങനെ ഒരു എന്താ പറയുന്നത്, ബാക്കി ഈ സോളാർ ഇതുപോലെ വളരെ സക്സസ്ഫുള്ളി യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു മോഡൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ലേ എന്നുള്ളതാണ് എന്റെ വേറൊരു സംശയം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അതുപോലെ സാറ് പറഞ്ഞ ഇപ്പൊ ജസ്റ്റ് മുന്നേ പറഞ്ഞ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. സാറ് പറഞ്ഞു ഈ പുതിയ നിയമപ്രകാരം പഴയ ആൾക്കാർക്ക് ഇത് ബാധകമല്ല, പുതിയ ആൾക്കാർക്ക് ബാധകമാണ്. അതിനകത്ത് തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതൊരു ഡിസ്പാരിറ്റി അല്ലേ സാർ? കാരണം എന്റെ അയൽക്കാരൻ നാളെ ഒരു 5 കിലോവാട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ അയാൾ അറിയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 1 മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് വെക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അയാൾക്ക് അതൊരു അതെ ശരിയാണ്. ആശ്വാസിന്റെ കാഴ്ചപ്പാടിൽ ലോകത്തിൽ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോ ആശ്വാസ് കൊല്ലംകാരനാണല്ലേ? സുനിൽ എന്നാണ് സാർ എന്റെ പേര്. മെയിൽ ID അശ്വ എന്നുള്ള കൊടുത്തതാണ്. ഓരോ പേര് ആശ്വാസിന് ഇവിടെ കൈകൊട്ടി സുനിൽ എന്ന് സുനിൽ കുമാർ എന്നാണ് എന്റെ പേര് അതിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള സീരിയൽ നമ്പറിൽ സുനിൽകുമാർ ശശിധരൻ കൊല്ലം. അതെ സുനിൽകുമാർ ആണ്. അതെ കൊല്ലം കൊട്ടാരക്കരയാണ്. കൊല്ലം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. ദുബായിൽ നിന്നോ മറ്റോ ഇപ്പൊ സംസാരിക്കുന്നത്. അതെ ഞാൻ UAE-ലാണ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൃത്യത ആക്യുറസി ഉണ്ടാവുമായിരുന്നു. അല്ല ഞാൻ ഉദ്ദേശിച്ച പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്തിലായിരിക്കണം. കൊല്ലംകാർക്ക് എല്ലാവർക്കും എന്തേ UAE-ക്ക് പോകാൻ പറ്റാത്തതെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ സുനിൽ എന്ത് പറയും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഈ കാര്യങ്ങള്. അതായത് മാറിക്കഴിഞ്ഞാൽ മുൻപ് പോയവർക്ക് അത് ബാധകമല്ല, പുതുതായിട്ട് വരുന്നവർക്ക് ബാധകമാവും. ഇപ്പൊ ലോകത്തിൽ പല രാജ്യങ്ങളും ഇങ്ങനെ പലയിടത്തും നിയമങ്ങൾ മാറുന്നുണ്ട്. അതായത് സോളാർ വെച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ രാജ്യങ്ങളും ഒരുപോലെയല്ല കൊടുക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ സോളാർ വെക്കുന്നവർ പകല് ബാങ്ക് ചെയ്താൽ അങ്ങോട്ട് ചാർജ് വാങ്ങുന്നുണ്ട്. ഇത് ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങളും അതുപോലെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പൊ ആ മാറ്റങ്ങള് നേരത്തെ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളിനെ ബാധിക്കാതിരിക്കാനാണ് പഴയ ആളുകൾക്ക് മാറ്റം ബാധകമാവരുത് എന്ന് പറഞ്ഞത്. കാരണം അവര് ഒരു എക്സ്പെക്ടേഷനോടെ ലോൺ എടുത്തൊക്കെ ആയിരിക്കും. ഇപ്പൊ എല്ലാവരും UAE-യിലല്ലല്ലോ, വായ്പ എടുത്തല്ലേ നാട്ടിലെ സാധാരണക്കാർ വെക്കുന്നത്. അപ്പൊ തിരിച്ചടവ് തീരുന്നത് വരെ ഞാനാ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ രാജ്യം ഈ നല്ല ഇന്നത്തെ ചർച്ചയുടെ വിഷയം UAE-യിലെ മോഡലുകളിൽ റെഗുലേഷനിൽ കൊണ്ടുവരികയല്ല. ഇത് KSEB-കാരോട് ആവശ്യപ്പെടാം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സിസ്റ്റം എന്താണെന്ന് പഠിക്കാനും അത്തരം നല്ല മാതൃകകള് ബെസ്റ്റ് പ്രാക്ടീസസ് അവരോട് ഫോളോ ചെയ്യാൻ പറയാം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഹിയറിംഗ് ഈ പബ്ലിഷ് ചെയ്ത റെഗുലേഷനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ആ റെഗുലേഷനിലുള്ളതിനകത്ത് ഈ KSEBക്ക് ഇപ്പോഴത്തെ നിലവിൽ 5 കിലോവാട്ട് വെക്കുന്നതിനാണല്ലോ ഈ പറഞ്ഞൊരു സ്റ്റോറേജ് സംവിധാനം വരുന്നതും എക്സിസ്റ്റിംഗ് ലൈനിനകത്ത്. കാറ്റഗറിയിലാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൊസ്യൂമറുടെ കാറ്റഗറിയിൽ താങ്കളെ ഇത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പുതുതായിട്ട് വരുന്നവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അങ്ങേക്ക് ആശങ്കയുണ്ട്. പക്ഷെ അത് എന്നെ ബാധിക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമല്ലാതായി മാറുന്നില്ലല്ലോ. നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി KSEBയുടെ കയ്യില് അല്ലെന്നേ ഈ ഹിയറിംഗില് പുതുതായിട്ട് ഒരു യൂണിറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 16 കാറ്റഗറി നിങ്ങളോട് ഇഷ്ടമുള്ള കാറ്റഗറി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ പ്രൊസ്യൂമറിലാണ്, എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു പൊതുപ്രവർത്തകൻ നാളെ കിട്ടാവുന്ന ഈ സംവിധാനം കിട്ടരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാനും എന്നെ പോലൊരു സിറ്റിസൺ അല്ലേ, അത് എന്നെ പോലെ ടാക്സ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ KSEBക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി KSEBക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇവിടെ. കാരണം പുതിയ ഡാമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല.
താങ്കള് കാട് കയറുന്നില്ല. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. അതായത് എന്നെ പോലെ പറയുന്ന എല്ലാ പോയിന്റുകളും കേൾക്കും, വായിക്കും, അത് എഴുതി തന്നോളൂ. അടുത്ത കട്ട് ചെയ്തു അടുത്ത ആളെ വിളിച്ചു. ശരി. താങ്ക് യു സർ.